എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഒരു ഷോർട്ട് വിസിറ്റിനായിട്ട് വിശാഖപട്ടണം വരെ പോയി വന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശാഖപട്ടണം വരെ പോകാൻ ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ബാംഗ്ലൂർ ഇറങ്ങിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നപ്പോഴും ഹൈദരാബാദ് ഇറങ്ങിയാണ് അടുത്ത ഫ്ലൈറ്റിന് കയറിയാണ് നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ സൗത്ത് ഇന്ത്യ മുഴുവൻ ഇറങ്ങി കയറിയാണ് നമ്മൾ ഈ യാത്ര കംപ്ലീറ്റ് ആക്കിയത്. ഇത് മൂന്നാമത്തെ വിശാഖപട്ടണം യാത്രയാണ്. വിചാരിച്ചിരുന്നതിലും ഏറെ ഡെവലപ്ഡ് ആയി തോന്നാൻ കാരണം ഇവിടുത്തെ നേതാക്കളുടെ ഒരു ദീർഘവീക്ഷണവും കൃത്യതയോടെയുള്ള പ്ലാനിങ്ങുമാണെന്ന് പറയേണ്ടി വരും. പാർക്കിങ്ങിനും നല്ല സ്ഥല സൗകര്യങ്ങൾ പലയിടത്തും കണ്ടു. കൈലാസഗിരിയിലെ ഹിൽ പാർക്കിലെ കാഴ്ചകളാണ് ആദ്യം. മനോഹരമായ കടലിൻ്റെ വിവിധ ദൃശ്യങ്ങളും ബൊട്ടാനിക്കൽ ഗാർഡനും റോപ്പ് വേ, കുതിരസവാരി, ശിവപാർവതി സ്റ്റാച്ചു ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങൾ. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പല വശങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് കടലും പട്ടണവും കൂടി ചേരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ തിരമാല ഇങ്ങനെ കയറി ഇറങ്ങുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഈ മലയുടെ മുകളിൽ കയറി ഇറങ്ങാൻ വേണ്ടി റോപ്പ് വേ ഉപയോഗിക്കുന്നവരുണ്ട്. കാറിൽ നമുക്ക് ഈ മുകളിലെത്താനും സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ശിവന്റെയും പാർവതിയുടെയും ഒരു സ്റ്റാച്ചു കാണാം. നേരത്തെ ഇതിൽ മനോഹരമായ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ഈ പാർക്കിൻ്റെ വീക്കെൻഡ് ആയപ്പോൾ എത്രമാത്രം സജീവമായി എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും.
ഓഗസ്റ്റ് മാസം അവസാനത്തെ ആഴ്ചയാണ് ഞാൻ വിശാഖപട്ടണം വരുന്നത്. ഇവിടെ ഡെയിലി ഇപ്പോൾ ഒരു 20 തുടങ്ങി 30 കേസാണ് കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു പരിധിവരെ ആളുകളൊക്കെ കൊറോണയെ പേടിക്കാതെ ജീവിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള സിംഹാചലം ടെമ്പിൾ ആണ് നമ്മൾ പോകുന്നത്. മലയുടെ മുകളിലെ കല്ലിൽ തീർത്ത ശിലാരൂപങ്ങൾ ആണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച. ഈ ശിലാരൂപങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. മക്കളെ വിശാഖപട്ടണം നിന്ന് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം സീഷലാണ്. അത് തേടി ഞങ്ങൾ കടൽ തീരത്തേക്ക് എത്തി. അപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. 5 മണി കഴിഞ്ഞാൽ ഇവിടെ കർഫ്യൂ ആണ്. പോലീസ് വണ്ടികളൊക്കെ സൈറൻ അടിച്ച് എല്ലാവരെയും പറഞ്ഞയക്കും. കൂട്ടം ചേരാൻ പറ്റില്ല. ബീച്ച് നിമിഷ നേരം കൊണ്ട് വിജനമാകുന്നത് കണ്ടു. അതുകൊണ്ട് ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരും വഴിക്ക് ഓൾ ഇന്ത്യ ക്രാഫ്റ്റ് എക്സിബിഷൻ കണ്ടു. ഇത് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം ചോദിച്ച് ഞങ്ങൾ വേഗം കയറി സീഷെല്ല് തപ്പിയെടുത്ത് വേഗം പോന്നു. നമ്മൾ യാത്ര ചെയ്ത് പോരുമ്പോൾ കടൽ തീരത്തിനോട് ചേർന്ന് വലിയ കുറച്ച് തെങ്ങുകൂട്ടം നമുക്ക് കാണാൻ പറ്റും. ഈ തെങ്ങ് ഇത്രയും കൂട്ടത്തോടെ എങ്ങനെ ഒരുമിച്ച് വളർന്നു നിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇത് ഇതേ വലുപ്പത്തിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തതാണ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഇത് നോക്കി പരിപാലിക്കുന്നത്. കടൽക്ഷോഭങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ തെങ്ങിൻകൂട്ടം ഇവിടെ വെച്ചു പരിപാലിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന നരസിംഹറാവുവിൻ്റെ ജന്മദേശം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ഇനി ഇവിടെയുള്ള ഒരു സ്വീറ്റ്സ് ഷോപ്പാണ്. പാർക്കിംഗ് വരെയുള്ള ഗ്രഹപ്രിയ എന്ന സ്വീറ്റ് ഷോപ്പാണിത്. അധികം നെയ്യുടെ രുചിയില്ലാതെ നല്ല സ്വാദിഷ്ടമായ സ്വീറ്റ്സ് ഒക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. സ്വീറ്റ്സ് ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ജ്വല്ലറി ഷോപ്പാണെന്ന് പോലും തോന്നും. ഇവിടുത്തെ സ്വീറ്റ്സിൻ്റെ പ്രസൻറ്റേഷനും മണവും ഇവിടുന്ന് പോരാനേ തോന്നില്ല. മിക്ക സ്വീറ്റ്സിനും പഞ്ചസാരയിലും ശർക്കരയിലും ചോയ്സ് ഉണ്ട്. അതാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. പക്ഷെ നമുക്ക് ശർക്കരയിലിട്ട ജിലേബിയൊന്നും അത്ര രുചികരമായിട്ട് തോന്നിയില്ല കേട്ടോ. ആന്ധ്രയിലൊരു സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ട്, പുത്രേക്കു. പ്രൊനൗൺസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് എന്ന് ഉറപ്പില്ല കേട്ടോ. എന്തായാലും ഇത് കണ്ടാൽ ഒരു പേപ്പർ മടക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ അകം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇവിടെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്വീറ്റാണിത്. ഒത്തിരി മധുരമൊന്നും ഇല്ല താനും.
ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായി. ഇത്തവണ സമയം വളരെ കുറവായിരുന്നു ഞങ്ങളുടെ ഈ യാത്രയ്ക്ക്. ഇന്ത്യയുടെ ഏറ്റവും ആഴമേറിയ പ്രധാന തുറമുഖ നഗരമാണ് വിശാഖപട്ടണം. വിശാഖപട്ടണം അധികവും ആശ്ചര്യത്തോടെയാണ് ഞങ്ങൾ കണ്ണിറയെ കണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും പലതിൻ്റെയും വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യം പിന്നീടാണ് ഓർത്തത്. അപ്പോൾ ഈ ചെറിയ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും വിശാഖപട്ടണം വരുന്നുണ്ട്. അപ്പോൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഇനി വരുന്ന വ്ലോഗുകളിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷനുകളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.